കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ പാറക്കൽ അബ്ദുള്ള വീണ്ടും എതിരാളിയായി വന്നാൽ മത്സരം കടുക്കുമോ? ആര് എതിർ സ്ഥാനാർത്ഥിയായാലും 4.25 വർഷം മുമ്പേ ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് എത്രയോ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് ജനങ്ങളെ അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ, ജനങ്ങളോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ആര് എതിരാളിയായാലും നല്ല രൂപത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിച്ചു വരാനുള്ള എല്ലാ സാഹചര്യവും കുറ്റ്യാടി മണ്ഡലത്തിൽ ഉണ്ട്. ഇക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നമസ്കാരം. സി ടൈം സിലക്ഷൻ പൾസ് റൈഡ് കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഒരു അതിഥിയുണ്ട്. കുറ്റ്യാടി MLA KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്ററാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 333 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് LDF ഇവിടെ ജയിക്കുന്നത്. മാത്രമല്ല, ഓരോ തെരഞ്ഞെടുപ്പിലും LDFനും UDFനും മാറി മാറി ജയം സമ്മാനിക്കുന്ന മണ്ഡലം കൂടിയാണ് കുറ്റ്യാടി. ഏതായാലും MLAയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിലെന്ന് വിശദമായി നമുക്ക് ചോദിക്കാം. സ്വാഗതം സി ടൈം സിലക്ഷൻ പൾസ് റൈഡിലേക്ക്. എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ LDFൻ്റെ പ്രതീക്ഷകൾ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ അനുകൂലമായ സാഹചര്യമാണ് സംസ്ഥാനത്തുടനീളമുള്ളത്, കുറ്റ്യാടിയിൽ പ്രത്യേകിച്ചുമുള്ളത്. അതുകൊണ്ട് നല്ല വിജയം ഈ മണ്ഡലത്തിൽ കരസ്ഥമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയും. ഈ ആത്മവിശ്വാസത്തിനൊത്തുള്ള വികസന പ്രവർത്തനങ്ങൾ 5 വർഷം കൊണ്ട് കുറ്റ്യാടിയിൽ ഉണ്ടായി എന്നാണോ? തീർച്ചയായിട്ടും. ഈ മണ്ഡലത്തിലെ മുഴുവൻ PWD റോഡുകളും ഏറ്റവും നല്ല ഗതാഗത യോഗ്യമാക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു. മണ്ഡലത്തിലെ മുഴുവൻ സർക്കാർ സ്കൂളുകളിലും പുതിയ കെട്ടിടം, അതിനാവശ്യമായ ഫണ്ട് അനുവദിക്കാൻ കഴിഞ്ഞു. കുറേ സ്കൂളുകളിൽ പ്രവൃത്തി പൂർത്തിയാക്കി, മറ്റ് സ്കൂളുകളിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഏക ഉന്നത വിദ്യാഭ്യാസ സർക്കാർ സ്ഥാപനം മൊകേരി ഗവൺമെൻറ് കോളേജാണ്. 13 കോടിയുടെ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളതെന്ന് കാണാം. 2 ITകളാണ് ഈ മണ്ഡലത്തിലുള്ളത്, വില്യാപ്പള്ളിയിലും മണിയൂരിലും. വില്യാപ്പള്ളി ITI 2 മാസം മുമ്പേ ബഹുമാനപ്പെട്ട തൊഴിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്നലെയായിരുന്നു മണിയൂർ ITIയുടെ നിർമ്മാണ ഉദ്ഘാടനം. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയാണ് അത് ഉദ്ഘാടനം നിർവഹിച്ചത്. 7 കോടി ഉറുപ്പിക വീതമാണ് അതിന് വേണ്ടി സർക്കാരിൽ നിന്നും അനുവദിച്ച് കിട്ടിയത്. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന 2 സ്ഥാപനങ്ങളും ഏറ്റവും മനോഹരമായ കെട്ടിടത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമായ കാര്യമാണ്. ഇതേപോലെ കുന്നുമ്മൽ പ്രവർത്തിക്കുന്ന വോളിബോൾ അക്കാദമി, അതും വാടക കെട്ടിടത്തിലാണ്. ഗ്രൗണ്ട് നിർമ്മിക്കാൻ 1 കോടിയും ഹോസ്റ്റൽ നിർമ്മിക്കാൻ 2 കോടിയും അവിടെ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്ന് വരികയാണ്. ഇതോടൊപ്പം തന്നെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി അനുസരിച്ച് മണിയൂർ പഞ്ചായത്തിൽ 1.5 ഏക്കർ സ്ഥലത്ത് നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ്. വില്യാപ്പള്ളി പഞ്ചായത്തിലെ മയ്യണ്ണൂരിൽ കഴിഞ്ഞ ദിവസമാണ് ബഹുമാനപ്പെട്ട മന്ത്രി 1 കോടി ഉറുപ്പിക ചെലവഴിച്ചുകൊണ്ടുള്ള ഈ ഗ്രൗണ്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. പുറമേരി പഞ്ചായത്തിൽ മലയാളപ്പൊയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് 2 ഏക്കർ സ്ഥലത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനം 2 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന പ്രവർത്തനം നടന്ന് വരികയാണ്. കുന്നുമ്മൽ പഞ്ചായത്തിലെ മൊകേരിയിൽ മഹാനായ EMSൻ്റെ നാമധേയത്തിലുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചു ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റായ ഒരു പഞ്ചായത്തിലൊരു കളിക്കളം പദ്ധതിയും നമ്മുടെ മണ്ഡലത്തിൽ നല്ല നിലയിൽ നടന്ന് വരികയാണ്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും അത് കുറ്റ്യാടിയിൽ പ്രതിഫലിക്കുമെന്നുമാണ് UDFൻ്റെ ആത്മവിശ്വാസം. അതിനെങ്ങനെയാണ് കാണുന്നത്? യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യമാണ്. കാരണം കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രൂപത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് 10 വർഷത്തിനിടയിൽ നടന്നതെന്ന് ചുറ്റും നോക്കുന്ന ആർക്കും മനസ്സിലാകും. അതിലാരുടെയും വിശദീകരണമൊന്നും ആവശ്യമില്ല. നാഷണൽ ഹൈവേ ആയാലും തീരദേശ ഹൈവേ ആയാലും മലയോര മേഖലകളിൽ നിങ്ങളൊന്ന് സഞ്ചരിച്ചാൽ കാണാൻ കഴിയും. അതിമനോഹരമായ റോഡ് നിർമ്മിച്ച കാഴ്ച കാണാൻ കഴിയും. സ്കൂളുകളായാലും ആസ്പത്രികളായാലും വ്യവസായ കേന്ദ്രങ്ങളായാലും പാലങ്ങളായാലും ഇതുപോലുള്ള ടൂറിസം കേന്ദ്രങ്ങളിലായാലും എല്ലാം തന്നെ ഈ വികസനം നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. കുറ്റ്യാടി മണ്ഡലത്തിലൂടെ പശ്ചിമതീര ജലപാതയുടെ ഭാഗമായി കടന്നുപോകുന്ന വടകര മാഹി കനാൽ അന്തിമഘട്ടത്തിലാണ്. കുറ്റ്യാടിപ്പുഴയിൽ ചേരുന്ന സ്ഥലത്ത് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടി നിർമ്മിച്ച മൂഴിക്കൽ ലോക്കം ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടനം 21 കോടി ഉറുപ്പിക ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ചാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 26-ാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. 5 റീച്ചുകളുള്ള മാഹി കനാലിൽ 1 റീച്ചൊഴികെ ബാക്കി എല്ലാ റീച്ചുകളുടെയും പ്രവർത്തനം പൂർത്തീകരിച്ചു കഴിഞ്ഞു. കോട്ടപ്പള്ളി പാലത്തിന് നീളവും ഉയരവും കുറവായതുകൊണ്ട് നിലവിലുള്ള പാലം പൊളിച്ചു മാറ്റി 17.5 കോടി ഉറുപ്പിക ചെലവ് പ്രതീക്ഷിക്കുന്ന പാലം നിർമ്മാണം ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ പ്രവൃത്തി ഉദ്ഘാടനം കൂടി അതോടനുബന്ധിച്ച് നടക്കും. അപ്പോൾ വടകര മാഹി കനാലിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ചരക്ക് ഗതാഗത രംഗത്തും ടൂറിസം രംഗത്തും വലിയ മുന്നേറ്റം ഈ മണ്ഡലത്തിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
ഇങ്ങനെ എല്ലാ മേഖലകളിലും വലിയ രൂപത്തിലുള്ള വികസനമാണ് നടന്നിട്ടുള്ളത്. എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട പ്രസിദ്ധമായ ലോകനാർകാവ് ക്ഷേത്രം തലശ്ശേരി പൈതൃക ടൂറിസത്തിൻ്റെ ഭാഗമായി 13 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. 12 AC മുറികൾ, 2 ഡോർമെറ്ററികൾ, പാരമ്പര്യ രൂപത്തിലുള്ള കളരി അഭ്യാസം, വലിയ ചിറ, ചെറിയ ചിറ പുനരുദ്ധാരണം, അഗ്രശാലയും ഓഫീസും മനോഹരമാക്കി ക്ഷേത്രമാകെ ചുറ്റുമതിലും നിലവുമെല്ലാം തന്നെ മനോഹരമായി തീർന്നതായി കാണാം. അതോടൊപ്പം തന്നെ മലബാറിലെ ആദ്യത്തെ കളരി മ്യൂസിയം അത് ലോകനാർകാവിലാണ് വരാൻ പോകുന്നത്. പഴയ പുതിയോട്ടിൽ കൊട്ടാരം പുതുക്കിപ്പണിയാണ്. അതുകൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയും. അപ്പോൾ ലോകനാർകാവും പയങ്കുറ്റിമലയും, നേരത്തെ പണി പൂർത്തിയായ പയങ്കുറ്റിമലയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ്. ഇതുകൂടാതെ മഞ്ചയിൽ കടവ് എന്ന് പറയുന്ന കുറ്റ്യാടിപ്പുഴയിൽ മണിയൂർ പഞ്ചായത്തിൽ 1.5 ഏക്കർ വരുന്ന സ്ഥലത്ത് ജില്ലാ പഞ്ചായത്തും തൊഴിൽ രഹിതരായ യുവാക്കളും ഗ്രാമപഞ്ചായത്തും ചേർന്നുകൊണ്ട് സംയുക്തമായി ചേർന്ന ഒരു സെൻ്ററുണ്ട്, ഒരു ടൂറിസം സെൻ്റർ. ദിവസവും 100 കണക്കിന് പേർ സന്ദർശിക്കുന്ന മനോഹരമായ ഒരു പ്രദേശമാണ്. അതേപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി അനുസരിച്ച് ചൊവ്വാപ്പുഴയുടെ തീരത്ത് 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, ടൂറിസം പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. ആ പഞ്ചായത്തിൽ തന്നെയുള്ള ചെരണ്ടത്തൂർ ചിറയിൽ ദേശാടന കിളികളെ കാണാനും കൃഷി കാണാനും പ്രകൃതി ആസ്വദിക്കാനും 1 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു ടൂറിസം സെൻ്ററിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നടന്നു വരികയാണ്. അപ്പോൾ കുറ്റ്യാടി ടൂറിസം രംഗത്തും നിർണായകമായ പങ്ക് വഹിക്കുകയാണ്. 15 വർഷമായി ജനങ്ങൾ കാത്തിരിക്കുന്ന കുറ്റ്യാടി ബൈപ്പാസിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ പോകുന്നു. മണിമലയിലെ കോക്കനട്ട് പാർക്ക് 5 ഏക്കർ സ്ഥലം സംരംഭകർക്ക്, നാളികേരാധിഷ്ഠിത വ്യവസായവും അതേപോലെ തന്നെ ഈ ഭക്ഷ്യ സംസ്കരണ വ്യവസായവും തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് വീതിച്ച് നൽകാൻ അപേക്ഷ ഇപ്പോൾ വ്യവസായ വകുപ്പ് KSIDC ക്ഷണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വ്യവസായ കേന്ദ്രവും അവരെ ഉയർന്നു വരാൻ പോകുകയാണ്. ഇങ്ങനെ എല്ലാ മേഖലയിലും ഏറ്റവും നല്ല മുന്നേറ്റം സംഘടിപ്പിക്കാൻ ഈ 4.25 വർഷത്തിനിടയിൽ കുറ്റ്യാടി മണ്ഡലത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും വീണ്ടും കേരള കോൺഗ്രസ് മാണി വിഭാഗം കുറ്റ്യാടി മണ്ഡലത്തിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. മണ്ഡലം വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ? എനിക്കതൊന്നും അതിനെ സംബന്ധിച്ചൊന്നും അറിയില്ല. അതൊക്കെ ഉന്നത രാഷ്ട്രീയ സംസ്ഥാന നേതാക്കന്മാരൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. അതൊന്നും എനിക്കറിയില്ല. അതുമാത്രമല്ല, LDFൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്നും നിശ്ചയിച്ച് കഴിഞ്ഞിട്ടില്ല. സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. അതൊക്കെ പാർട്ടി സംസ്ഥാന നേതൃത്വമാണ് ഇക്കാര്യത്തിലൊക്കെ തീരുമാനം എടുക്കേണ്ടത്. കഴിഞ്ഞ തവണ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് കുറ്റ്യാടിയിൽ CPM പ്രവർത്തകരുടെ. അതുകൊണ്ട് തന്നെ ഇത്തവണ അങ്ങനെ സീറ്റ് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അതൊക്കെ സംസ്ഥാന നേതൃത്വമാണ് കൈകാര്യം ചെയ്യേണ്ടത്. അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ പ്രാപ്തമായ ഒരു ലീഡർഷിപ്പാണ് CPIM-നുള്ളത് എന്ന് അങ്ങേക്കറിയാമല്ലോ. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ പാറക്കൽ അബ്ദുള്ള വീണ്ടും എതിരാളിയായി വന്നാൽ മത്സരം കടുക്കുമോ? ആര് എതിർ സ്ഥാനാർത്ഥിയായാലും 4.25 വർഷം മുമ്പേ ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് എത്രയോ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് ജനങ്ങളെ അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ, ജനങ്ങളോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ആര് എതിരാളിയായാലും നല്ല രൂപത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിച്ചു വരാനുള്ള എല്ലാ സാഹചര്യവും കുറ്റ്യാടി മണ്ഡലത്തിൽ ഉണ്ട്. ഇക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ മേഖലയിൽ കുറ്റ്യാടി മണ്ഡലത്തിലടക്കം UDFന് മേൽക്കൈയുണ്ട്. അതും നിയമസഭയിൽ പ്രതിഫലിക്കും എന്ന് കരുതിക്കൂടെ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF പ്രതീക്ഷിച്ച വിജയം നേടിയില്ല എന്നത് ശരി തന്നെയാണ്. പക്ഷേ കേരളത്തിലെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഒരു രൂപത്തിൽ ചിന്തിക്കുന്ന വോട്ടർമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു വിധത്തിലാണ്, ലോകസഭയിൽ മറ്റൊരു വിധത്തിലാണെന്ന് ആർക്കാണ് അറിയാത്തത്? അതൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒരു അടിസ്ഥാനമായി എടുക്കാൻ കഴിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിലും നല്ല രൂപത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, സംസ്ഥാനത്ത് എത്ര സീറ്റ് വരെ നേടി LDF അധികാരത്തിൽ വരുമെന്നാണ് പ്രതീക്ഷ? ബഹുമാനപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെ നിയമസഭയിൽ തന്നെ 100-ൽ കൂടുതൽ സീറ്റ് നേടി ഇത്തവണ LDF ജയിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ നേതാക്കന്മാർ തന്നെ. അപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം ഇവിടെയുള്ളത്. സംസ്ഥാനത്ത് 100-ലേറെ സീറ്റുകൾ നേടി വിജയത്തിലെത്തും എന്ന പ്രതീക്ഷ MLA പങ്കുവയ്ക്കുകയാണ്. ഒപ്പം തന്നെ കുറ്റ്യാടിയിൽ അനുകൂല സാഹചര്യം ഉണ്ടാകുമെന്നാണ് MLA നമ്മോട് പ്രതീക്ഷ പങ്കുവെക്കുന്നത്. വളരെയധികം നന്ദി മാഷെ, വിശദമായി നമ്മോട് സംസാരിച്ചതിന്. ഇലക്ഷൻ പൾസ് റൈഡ് തുടരുകയാണ്. പ്ലീസ് ഫോളോ.